ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ ഒരു വാർത്ത കിട്ടുമ്പോൾ കുറഞ്ഞ പക്ഷം അതിന്റെ യുക്തി ഒന്ന് പരിശോധിക്കണ്ടേ? ശശി തരൂർ കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം പാർട്ടി വിട്ടുപോയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷെ അദ്ദേഹം BJP-യിലേക്ക് ചേരുകയാണെന്ന് പറഞ്ഞാല് വിശ്വസിക്കാനൊരു സുഖമുണ്ടെന്നേ. അദ്ദേഹം അവിടേക്ക് ചെന്നാല് MP സ്ഥാനം രാജിവെച്ചിട്ട് ചെല്ലുന്നെന്ന് വിചാരിക്കുക. വേണമെങ്കിൽ നരേന്ദ്രമോദി അദ്ദേഹത്തെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് രാജ്യസഭയിൽ കൊണ്ടുവന്നിട്ട് ഒരു കേന്ദ്രമന്ത്രിയൊക്കെ ആക്കും. BJP-ക്ക് അദ്ദേഹത്തെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ സംഭവിച്ചുകൂടുന്നില്ല, എനിക്കറിഞ്ഞുകൂടാ. സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹം ഇവിടെ കേരളത്തിൽ LDF-ൽ ചേർന്നിട്ട് എന്താവാനാ? അങ്ങനെയാണെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം MP സ്ഥാനം നഷ്ടപ്പെടും. പിന്നെ എവിടെയെങ്കിലും മത്സരിച്ച് MLA ആവാം. അടുത്തോടെ LDF അധികാരത്തിൽ വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല, വരാനൊരു സാധ്യതയുമില്ല. അത് ഒരു MLA ആയിട്ട് LDF-ന്റെ ഒരു MLA ആയിട്ട് തുടരും. ഇനി ജയിച്ച അധികാരത്തിൽ LDF വീണ്ടും വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാ കരുതുക. ഇതത് മുഖ്യമന്ത്രിയാക്കൂ, ചിലപ്പോൾ ഒരു മന്ത്രിയാക്കിയേക്കും. ഒരു യുക്തി വേണ്ടേ? നമ്മുടെ ഒരു രാഷ്ട്രീയ വാർത്ത, ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാവരും അതങ്ങ് ഏറ്റുപിടിച്ചു. അപ്പൊ എന്തുവാണ് TP രാമകൃഷ്ണൻ പറഞ്ഞത്? ഞങ്ങൾ കഥ തുറന്ന് കാത്തിരിക്കുകയാണ്. CPM-ന്റെ നയങ്ങളുമായി ഒത്തുപോകാൻ നമ്മുടെ ശശി തരൂർ തയ്യാറാണെങ്കിൽ സ്വീകരിക്കാമെന്ന്, സ്വാഗതം ചെയ്യാൻ കാത്തിരിക്കുകയാണ്. എന്തൊരു ഉളുപ്പില്ലായ്മയാണ്.